Hello students, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ്. അതായത് കാൽക്കുലസിലെ ഒരു ടോപ്പിക്കാണ് ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഈ കോംപ്ലിമെന്ററി ആയിട്ടുള്ളവർക്കുണ്ട്, മെയിൻ പഠിക്കുന്നവർക്കുണ്ട് മാത്സ്. എന്താ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. ഏരിയ ഫോർമുല. If f and g are continuous functions on the interval close to ab and if f of x greater than or equal to g of x for all x in close to ab, then the area of the region bounded above by y is equal to f of x, below by y is equal to g of x, on the left by line x is equal to a and on the right by the line x is equal to b is a is equal to integral a to b f of x minus g of x dx. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ശ്രദ്ധിച്ചോണം. അതായത് നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. രണ്ടും ക്ലോസ്ഡ് എ ബി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അടുത്ത പറയുന്ന പോയിന്റ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ആണ്, എന്തിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല തന്നിട്ടുണ്ട്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായി കാണില്ല. അപ്പൊ നിങ്ങൾ ഈ താഴത്തെ ഈ ഫിഗറിലോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഈ ഫിഗറിൽ പറയുന്നത് അതായത് നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അടുത്ത ഫംഗ്ഷൻ ആണ് y ഈക്വൽ ടു ജി ഓഫ് എക്സ്, അതും കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് എ ബിയിൽ. ക്ലിയർ ആണ്. അതിനുശേഷം പറയുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് ഈ രണ്ട് കർവിന്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഡി എക്സ് ആണ്. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഡെഫിനിഷൻ, ഈ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഏത് പ്രോബ്ലവും ചെയ്യാം. ഇനി നമുക്ക് ഈ പറഞ്ഞത് നമ്മൾ ഈ തന്നിരിക്കുന്ന എയും ബിയും എക്സ് ആക്സിസിലാണ്. അതായത് ഈ ഡി എക്സിന് നമുക്ക് മാറ്റിക്കൊണ്ട് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഡി വൈ ആക്കിക്കൊണ്ടും ഈ ഇന്റഗ്രേഷൻ ചെയ്യാം. അതായത് നമുക്ക് ഏരിയ എബൌട്ട് വൈ ആക്സിസും കണ്ടുപിടിക്കാം. അപ്പൊ ഇത് മനസ്സിലായ കുട്ടികൾക്ക് അത് എളുപ്പമാണ്, അത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്. അപ്പൊ നമുക്ക് ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി റീജിയൻ ബൗണ്ടഡ് above by y is equal to x plus 6, bounded below by y is equal to x square and bounded on the sides by lines x is equal to 0 and x is equal to 2. അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ കളയരുത്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ക്ലിയർ ആവുന്നുണ്ടേ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് എബവ് ബൈ y is equal to x plus 6 and bounded below by y is equal to x square and bounded on the sides by the line x is equal to 0 and x is equal to 2. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ ഗ്രാഫ് ഒന്ന് വെറുതെ വരച്ചു നോക്കാം. റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. അത് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആണേ? അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആണ് y is equal to x square. മറ്റൊരു ഫംഗ്ഷൻ ആണ് y is equal to x plus 6. ഈ രണ്ട് ഇക്വേഷനിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. y is equal to x plus 6 എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ലോപ്പ് 1 ആണ്,
അടുത്ത സ്ലോപ്പ് വന്നിട്ട് y is equal to mx plus c ആണെങ്കിൽ m എന്ന് പറയുന്നത് സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു 6 എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ഇതൊരു -6 എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ ആ രണ്ട് പോയിന്റിനെ അവിടെ കണക്ട് ചെയ്തുകൊണ്ട് കിട്ടുന്നതാണ് ഇതിന്റെ സ്ട്രെയിറ്റ് ലൈൻ. y is equal to x plus 6 ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതിന് ഡൗട്ട് ഇതെങ്ങനെ വരച്ചെന്ന് ഡൗട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ ഞാൻ അതൊന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ എക്സ് എടുത്തു, വൈ എടുത്തു, ഇതിനുശേഷം എക്സിന് 0 കൊടുത്താൽ y 6 കിട്ടി. ഇതിനെ വരയ്ക്കാൻ വേണ്ടി അടുത്തൊരു പോയിന്റ് വൈക്ക് 0 എടുത്ത് x -6 കിട്ടി. ഈ പോയിന്റ്സ് എടുത്താണ് നമ്മൾ ഈ വരച്ച സ്ട്രെയിറ്റ് ലൈൻ വരച്ചത്. സിമ്പിൾ, പണ്ട് പഠിച്ചിട്ടുള്ള. അതിനുശേഷം y = x². ഇത് പരാബോളയുടെ ജനറൽ ഇക്വേഷൻ ആയിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. പരാബോളയുടെ ഇക്വേഷൻ നമുക്കറിയാം x² = 4ay. അങ്ങനെയാണെങ്കിൽ x² = 4ay ഉള്ള ഇക്വേഷൻ ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പരാബോളയാണ് കിട്ടി. ഓക്കെ ആണ്. ദാറ്റ് ഈസ് y = x² ആണിത്. മറ്റേത് y = x + 6 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട x = 0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇത്. അടുത്ത 2 എന്ന്, ഇത് 1 ആണെങ്കിൽ ഇത് 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണിത്. അപ്പൊ 1 ഇത് 2 ഇത്. അപ്പൊ ഈ x = 0 ആൻഡ് x = 2. ഫോർ എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. ക്ലിയർ ആയേ? അതായത് നമുക്ക് വേണ്ടത് ഈ 0യ്ക്കും 2യ്ക്കും ഇടയ്ക്കുള്ള ഈ രണ്ട് ഫംഗ്ഷന്റെ ഇടയ്ക്കുള്ള ഈ ഏരിയ ആണ് വേണ്ടത്. ക്ലിയർ ആയോ? ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഏരിയയുടെ ഫോർമുല നമുക്കറിയാം. a is equal to integral a to b f of x minus g of x dx. ക്ലിയർ ആണ്? f of x ഏതാ? മേളിൽ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ? y is equal to x plus 6. താഴെ കിടക്കുന്ന ഫംഗ്ഷൻ ഏതാ? y is equal to x². അപ്പൊ f of x കിട്ടി, g of x കിട്ടി. a യും b യും അറിയാം, 0 2. ക്ലിയർ ആണ്? ഡയറക്റ്റ് ഇന്റഗ്രേഷൻ. നമുക്ക് ഈ പടത്തിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി മാത്രം ഞാൻ വരച്ചു തരാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതായത് ഏരിയ ഫോർമുല എഴുതണം. ഏരിയ ഫോർമുല a is equal to integral a to b f of x minus g of x dx. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇന്റഗ്രൽ a to b യുടെ അവിടെ 0 to 2 f of x മേളിൽ കിടന്ന ഫംഗ്ഷൻ x plus 6 മൈനസ് അടുത്ത താഴെ കിടന്ന ഫംഗ്ഷൻ x² dx. ഇത്രയും ക്ലിയർ ആയോ? ഇനി ഡയറക്റ്റ് ഇന്റഗ്രേഷൻ, ഓരോന്നിനും ഇന്റഗ്രേഷൻ കൊടുക്കുക. അതായത് ഇന്റഗ്രൽ 0 to 2 x dx പ്ലസ് ഇന്റഗ്രൽ 0 to 2 6 dx മൈനസ് ഇന്റഗ്രൽ 0 to 2 x² dx which is equal to x ഇന്റഗ്രേറ്റ് ചെയ്താൽ x²/2. ക്ലിയർ ആണ്? പ്ലസ് 6 ഇന്റഗ്രൽ 0 to 2 6 dx എന്ന് പറയുന്നത് 6നെ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x മാത്രം. അതിന്റെ ലിമിറ്റ് കൊടുക്കുക 0 to 2 മൈനസ് x²ന്റെ ഇന്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ x³ അതിന് ലിമിറ്റ് കൊടുക്കാം 0 to 2 which is equal to സോൾവ് ചെയ്യുക 1/2 into 2² 4 minus 0 plus 6 into 2 minus 0 minus 1/3 into 2 cube 2 2 4 4 2 8 8 minus 0. ക്ലിയർ ആണ്? ഇതെല്ലാം ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് അകത്തോട്ട് വേണ്ടി 4 minus 0 4 ആണ്. 4 into 1/2 എന്ന് പറയുന്നത് 2 ആണ്. പ്ലസ് 6 into 2 12 ആണ്. 12 minus 8/3. ഇത്രയും ക്ലിയർ ആണ്? 12 plus 2. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കൊണ്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇത്. 12 plus 2 14 minus 8/3 which is equal to, ഇത്രയും ക്ലിയർ ആയോ? 34/3. 34/3 ആണ് ഇതിന്റെ ഉത്തരം. നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ ക്ലിയർ ആയോ? അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് എബോവ് ബൈ y is equal to x plus 6 and bounded below by y is equal to x² and bounded on the sides by the line x is equal to 0 and x is equal to 2. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ തന്ന രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ആ ഫംഗ്ഷൻസിന് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ നിങ്ങളൊരു ഫിഗർ വരച്ചു നോക്കുക. നിങ്ങൾക്ക് തന്നെ വരയ്ക്കാവുന്നേ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. വരയ്ക്കുന്ന ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അതിനുശേഷം ഏതാണ് മേളിൽ കിടക്കുന്ന ഫംഗ്ഷൻ, നമുക്കിവിടെ വരച്ചപ്പോൾ y is equal to x plus 6 ആണ് കിട്ടി. അടുത്ത ഫംഗ്ഷൻ y is equal to x² ആണ് താഴെ കിടക്കുന്നത്. ഏരിയ എന്ന ഫോർമുല ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ a to b f of x minus g of x dx
which is equal to integral 0 to 2 x plus 6 minus x square dx. അപ്പോൾ ഇതിന് നമ്മൾ അത് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ ഓരോന്നും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഏരിയ കിട്ടി 34/3. ഇതാണ് നമുക്ക് ആ തന്ന ക്വസ്റ്റ്യൻ്റെ ആ തന്നിരിക്കുന്ന രണ്ട് കർവ്സിന്റെ ഇടയ്ക്കുള്ള ഏരിയ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചേഞ്ച് ചെയ്താൽ അടുത്ത നമുക്കൊരു വേറെ ടൈപ്പ്, അതായത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് ഒന്നും തന്ന് ചോദിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു രീതി നമുക്ക് ഇതിനൊന്ന് അപ്രോച്ച് ചെയ്യാം ഈ ക്വസ്റ്റ്യന്. ഈ ക്വസ്റ്റ്യന് ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തി കാണിച്ചു തരാം. ഫോർമുല എല്ലാം ഇതുപോലെ കിടക്കട്ടെ, നമുക്ക് ചേഞ്ച് വരുത്തി കാണിച്ചു തരാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ഏരിയ ഓഫ് ദ റീജിയൻ that is enclosed between the curves y is equal to x square and y is equal to x plus 6. അപ്പം ഞാൻ നേരത്തെ പടം വരച്ചിട്ടുണ്ടായത്, നമുക്ക് അതിന് ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു. ക്വസ്റ്റ്യന് വ്യത്യാസമുണ്ട്, നേരത്തെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുമായിട്ട് വ്യത്യാസമുണ്ട്. അതായത് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ that is enclosed between the curves y is equal to x square and y is equal to x plus 6. അതായത് രണ്ട് നേരത്തെ പോലെ തന്നെ വരയ്ക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ലിമിറ്റ് പോയിന്റ് തന്നിട്ടില്ല. ആലോചിച്ചോണം, നമുക്ക് തന്നിട്ടില്ല എവിടെ നിന്ന് എവിടം വരാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ, അതായത് ഈ രണ്ട് കർവിന്റെ ഇടയ്ക്കുള്ള മൊത്തം ഏരിയയും നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ദാറ്റ് ഈസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കർവ്സ്. കണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ y is equal to x square പരാബോളയാണ്. രണ്ടാമത് y is equal to x plus 6 എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിനെയും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. നമ്മൾ ഇതിന്റെ രണ്ടിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് നോക്കിയേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y ആണ്, അതുകൊണ്ട് x square is equal to x plus 6 എന്ന് എഴുതാവേ, which is equal to x square minus x minus 6 equal to 0. ക്ലിയർ ആവുന്നുണ്ടേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x square minus 3x plus 2x minus 6 equal to 0 എന്ന് എഴുതാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. x square minus 3x plus 2x, അതായത് minus 3x plus 2x ആണ് minus x. അങ്ങനെ എഴുതി. ഈ രണ്ട് ടേമിൽ നിന്ന് x കോമൺ എടുത്താൽ ബാക്കി x minus 3 എന്ന് എഴുതാം. plus 2 into x minus 3 equal to 0, which is equal to x minus 3 into x plus 2 equal to 0. അതായത് x എന്ന് പറയുന്നത് എന്തൊക്കെ വരാം? 3 വരാം, x എന്ന് പറയുന്നത് -2 വരാം. ക്ലിയർ ആയോ? അതായത് ഈ തന്നത് നമുക്ക് എന്താ രണ്ട് ഗ്രാഫ്, അതായത് രണ്ട് ഫംഗ്ഷനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ ഈ രണ്ട് ഫംഗ്ഷന്റെ ഗ്രാഫ്സ് കിട്ടുമല്ലോ. ആ ഗ്രാഫ് എവിടെയൊക്കെ വെച്ചാണ് കൂട്ടിമുട്ടുന്നത് എന്നാ കിട്ടിയത്. അതായത് നമുക്ക് നേരത്തെ അറിയാം y is equal to x square. നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വരച്ചാ എങ്ങനെയാ വരുന്നതെന്നെല്ലാം പറഞ്ഞതാണ്. y is equal to x square. രണ്ടാമത്തെ ഒരു -6ഉം ഒരു 6ഉം ഒക്കെ എടുത്ത് ഞാൻ ഈ ഗ്രാഫ് നേരത്തെ വരച്ചു തന്നെ, സ്ട്രെയിറ്റ് ലൈനിന്റെ ഗ്രാഫ്. ക്ലിയർ ആവുന്നുണ്ടേ? ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ x is equal to 3ഉം x is equal to -2, അതായത് ഈ പോയിന്റ് ഉണ്ടോ, ഈ രണ്ട് ഗ്രാഫും തമ്മിൽ കൂട്ടിമുട്ടിയ ഈ പോയിന്റ് x is equal to -2 ആണ്. ഈ കൂട്ടിമുട്ടി ഈ പോയിന്റ് ഉണ്ടോ, ഈ രണ്ടും കൂടെ കൂട്ടിമുട്ടിയ ഈ പോയിന്റ് ആണ് x is equal to 3. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ലിമിറ്റ് പോയിന്റും കിട്ടി. അപ്പൊ അവര് പറഞ്ഞിരിക്കുന്നത് ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ കർവ്സ്, ഈ രണ്ട് കർവിന്റെ ഇടയ്ക്കുള്ള ഏരിയ ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പൊ ഈ ഏരിയ കണ്ടുപിടിക്കാൻ ലിമിറ്റ് പോയിന്റ്സ് ആയിരുന്നു നമുക്കില്ലാത്ത. ലിമിറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വഴി കാണിച്ചു തന്നു. അപ്പോൾ x is equal to -2, x is equal to 3. അപ്പൊ ആലോചിച്ച് വെച്ചോണം, ലിമിറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് x is equal to -2 മുതൽ x is equal to 3 വരെയാണ് നമ്മുടെ ലിമിറ്റ് പോയിന്റ്സ്. ഇക്വേഷൻ നമുക്കറിയാം y is equal to x square ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, y is equal to x plus 6 ആണ് അടുത്ത ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. വരച്ച് നോക്കിയോ മനസ്സിലായി, മേളിൽ കിടക്കുന്ന ഫംഗ്ഷൻ y is equal to x plus 6 ആണ്, താഴെ കിടക്കുന്ന ഫംഗ്ഷൻ y is equal to x square ആണ്. അപ്പൊ ഈ ഗ്രാഫെല്ലാം മനസ്സിലായല്ലോ. നമുക്ക് ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഗ്രാഫിന് ഒന്നും ആവശ്യമില്ല, കാരണം നമുക്ക് ലിമിറ്റ് പോയിന്റ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞു.
ലിമിറ്റ് പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അത് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ -2 to 3. ക്ലിയർ ആണോ? -2 to 3 നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ x+6 - x² dx. നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി ഓരോന്നിനായിട്ട് ഇന്റഗ്രേഷൻ ചെയ്ത് കൊടുക്കാം. x dx പ്ലസ് ഇന്റഗ്രൽ -2 to 3 6 dx മൈനസ് ഇന്റഗ്രൽ -2 to 3 x² dx, which is equal to x²/2 ലിമിറ്റ് കൊടുക്കുക. -2 to 3 -2 to 3 ലിമിറ്റ് കൊടുക്കുക. അടുത്ത 6നെ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ബാക്കി x കിട്ടും. ആ x ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. -x³/3 -2 to 3 ലിമിറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ ആണോ? ഇത്രയും ചെയ്ത് മനസ്സിലായോ? അതായത് നമ്മൾ ഗ്രാഫ് വരച്ചതിന് ശേഷം നമ്മൾ അതിനകത്ത് നിന്ന് ലിമിറ്റ്സ് കണ്ടുപിടിച്ചു. -2 ഉം 3 ആണെന്ന് മനസ്സിലാക്കി. അതിനുശേഷം അപ്പർ മേളിൽ കിടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് x+6 ആണെന്ന് മനസ്സിലായി. താഴെ കിടക്കുന്ന ഫംഗ്ഷൻ x² ആണെന്ന് മനസ്സിലായി. ഏരിയയുടെ ഫോർമുല a is equal to ഇന്റഗ്രൽ a to b f(x - g(x) dx ഇട്ട് കൊടുത്തു സോൾവ് ചെയ്തു. ഇത്രയായി. ക്ലിയർ ആയി? ഇത്രയും കാര്യം നമ്മൾ ഇന്റഗ്രേഷൻ അകത്തോട്ട് ചെയ്തു. ഓരോന്നിനും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇനി ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 125/6 ആയിരിക്കും. അതായത് ഈ അപ്പർ ലിമിറ്റ് കൊടുത്ത് ലോവർ ലിമിറ്റ് കൊടുത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ 125/6 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രേ ഉള്ളു കാര്യം. അതായത് ഞാൻ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ ചോദിക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു. അതായത് ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് ആണ് പഠിപ്പിച്ചത്. അതിനകത്ത് 2 ഫംഗ്ഷൻസ് തന്നു. ആ 2 ഫംഗ്ഷൻസും ക്ലോസ്ഡ് ഏരിയയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം അതിന്റെ ഏരിയ 2 കർവ്സിന്റെ ഇടയ്ക്കുള്ള ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അതായത് ഏരിയ a is equal to ഇന്റഗ്രൽ a to b f(x - g(x) dx എന്ന് പറഞ്ഞു. ക്ലിയർ ആയേ? ഒരു കാര്യം ആലോചിച്ചാൽ f(x) > g(x) ആണ്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അതായത് ലിമിറ്റ് പോയിന്റ്സ് എല്ലാം ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. രണ്ടാമത് ഇതൊന്നും തന്നിട്ടില്ല. 2 ഫംഗ്ഷൻസ് മാത്രം തന്നു. ഫംഗ്ഷൻസ് തന്നു. ആ ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് ആദ്യം നമ്മൾ വരച്ചു നോക്കിയിട്ട് നമ്മൾ തന്നെ ലിമിറ്റ് പോയിന്റ് കണ്ടുപിടിച്ചു. ആ ലിമിറ്റ് പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഡയറക്റ്റ് ഇക്വേഷൻ അത് ഇട്ട് കൊടുത്ത് ഏരിയയും കണ്ടുപിടിച്ചു. ക്ലിയർ ആയില്ലേ? പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ടുള്ള ടോപ്പിക്സ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മൾ അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.